ഓപ്പറേഷൻ തൂഫാൻ ഒരു തുടക്കം മാത്രമാണെന്നും ലഹരിക്കെതിരെയുള്ള യുദ്ധം നിരന്തരം തുടർന്നുകൊണ്ടേയിരിക്കേണ്ടതാണെന്നും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. സമൂഹത്തിൽ വലവിരിച്ചുകൊണ്ടിരിക്കുന്ന ലഹരി മാഫിയയെ തുടച്ചു നീക്കാൻ കേരള സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും കേരളം മാത്രമല്ല മറ്റു സംസ്ഥാനങ്ങളുടെ കൂടെ സഹകരണത്തോടെ ഓപ്പറേഷൻ തൂഫാന്റെ പ്രവർത്തനം വ്യാപിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. പാവർട്ടി ഗ്രാമപഞ്ചായത്ത് സംഘടിപ്പിച്ച തൂഫാൻ വാർ അഗെയിൻസ്റ്റ് ഡ്രഗ്സ് എന്ന ലഹരി വിരുദ്ധ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആൻഡോ ലിജോ അധ്യക്ഷനായി. മണലൂർ MLA പ്രൊഫസർ C. രവീന്ദ്രനാഥ് മുഖ്യപ്രഭാഷണം നടത്തി. ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ക്ലെമൻ ഫ്രാൻസിസ്, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റംസിയ മുജീബ്, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് A. ഫിജിന, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ VJ വർഗീസ്, ഉമ്മർ സലീം, സുഹറാബി ഹമീദ്, ഫാദർ സെബി പാലമറ്റം, ഫാദർ ആന്റണി ചെമ്പകശ്ശേരി, C. ലിസ്ലെറ്റ്, MK മുനീർ, ഡോക്ടർ PA സെയ്ദ് മുഹമ്മദ്, ജനപ്രതിനിധികളായ ഷീജ ഷാജി, നസീമ ഹാരിസ്, ധന്യ സിബിൽ, ജിൽസ് തോമസ്, കമാലുദ്ദീൻ തോപ്പിൽ, ആനി സണ്ണി, അഭിനി ശശി, ബിന്ദു സാംസൺ, ഹബീബ് ഇബ്രാഹിം, സരിത രാജീവ്, ലിഷ ടീച്ചർ, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ NR രജീഷ്, സെക്രട്ടറി അരുൺ നാരായണൻ, വിവിധ രാഷ്ട്രീയ സാമൂഹിക നേതാക്കൾ, സാംസ്കാരിക പ്രവർത്തകർ, യൂത്ത് ക്ലബ് ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു. പരിപാടിയിൽ സെന്റ് ജോസഫ് ട്രെയിനിംഗ് കോളേജ് മാനേജർ ഫാദർ സെബി പാലമറ്റത്തിനെയും ലഹരിക്കെതിരെ ഏകാംഗ നാടകം വിവിധ വേദികളിൽ അവതരിപ്പിച്ച മാത്യൂസ് പാവർട്ടിയെയും ലഹരിക്കെതിരെ ചിത്രപ്രദർശനം നടത്തിയ ആൻജിയ റാഫിയെയും തൂഫാൻ വാരിയേഴ്സ് ആയി ആദരിച്ചു. കൂടാതെ ബോധവൽക്കരണ ക്ലാസ്, കുട്ടികളുടെ കലാപരിപാടികൾ, ഫ്ലാഷ് മോബ്, പരേഡ്, ഷോർട്ട് ഫിലിം പ്രദർശനം തുടങ്ങിയവയും ഉണ്ടായിരുന്നു. ഓപ്പറേഷൻ തൂഫാൻ ശക്തമായി തന്നെ നമ്മൾ